അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബൈദ്. ഇന്ന് മീറാജ് നോമ്പിൻ്റെ നോമ്പ് തുറൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ആയിക്കണം ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട്, പിന്നെ എന്നും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ പത്തിരിയും കറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ അപ്പോൾ മെഹ്റാജാണല്ലോ, അപ്പോൾ ഞാൻ ഒരു കലത്തപ്പം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കലത്തപ്പം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാ ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഒന്നും കൊടുക്കാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ്. ഇപ്പം ഞാൻ തേങ്ങ വറുക്കുകയാണ്. അപ്പോൾ ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്തിരിയും തേങ്ങ വറുത്തരച്ചിട്ട് ചിക്കൻ കറിയും, അത് നല്ല രസമാണല്ലോ. അപ്പോൾ അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ നല്ല പോലെ തന്നെ വറവാവട്ടെ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഞാനൊന്നും കൂടി വറുത്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ കുക്കറിൽ ഞാൻ കലത്തപ്പാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, അതിൽ ഇങ്ങനെ എയർ വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് അതും നോക്കുന്നുണ്ട്. കുക്കറിൽ കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വിസിൽ ഊരി വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ആ വിസിൽ ഊരി വെച്ചാൽ അതിൽ കൂടി ഇങ്ങനെ ഒരു എയർ ഇങ്ങനെ വരും. അപ്പോൾ അതാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ കുറച്ചൊരു വെള്ളം പോലെ ഇങ്ങനെ വന്നിട്ട് പിന്നെയാണ് അതിങ്ങനെ എയർ മാത്രമായിട്ട് അങ്ങനെ വരിക. അപ്പോഴാണ് നമ്മൾ കലത്തപ്പം റെഡി ആയി എന്നുള്ളത് അറിയാം. ഇപ്പോൾ ഇതാ തേങ്ങ ഒക്കെ വറവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ എടുത്തതൊക്കെ എല്ലാതും ഓരോന്ന് അങ്ങോട്ട് തന്നെ എപ്പോഴൊക്കെ എടുത്ത് വെക്കും കേട്ടോ. അതുപോലെ തന്നെയാണ് പാത്രങ്ങളായാലും അങ്ങനെ തന്നെ. എന്തെങ്കിലും ഒരു കുറച്ച് പാത്രമായാലും അത് കഴുകി വെച്ചിട്ടേ പിന്നെ അടുത്ത ജോലി അങ്ങനെ തുടങ്ങുള്ളൂ. അല്ല പാത്രങ്ങൾ അങ്ങനെ കൂട്ടിയിട്ടിട്ട് അങ്ങനെ ചെയ്യണം എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പാത്രങ്ങൾ കുറേ അങ്ങനെ കൂട്ടിയിടുന്നത് എനിക്കിഷ്ടേ അല്ല. ഒന്നായാലും അത് കഴുകി വെച്ചിട്ടേ പിന്നെ ഞാൻ അടുത്ത ജോലി എന്തായാലും ചെയ്യുള്ളൂ. ഞാൻ കിച്ചണിലേക്ക് ലഹർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ കലത്തപ്പത്തിന് ഞാൻ അരിയൊക്കെ തലേ ദിവസം അത്താഴത്തിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അരി പിന്നെ കലത്തപ്പം പെട്ടെന്ന് തന്നെ നമ്മൾക്ക് അരി അരച്ച് അങ്ങനെ ഉണ്ടാക്കുമല്ലോ, കുറേ ടൈം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഒരു കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതിന് ഇതാ ഞാൻ അതിൽ നെയ്യൊക്കെ ഇതാക്കിയിട്ട് അങ്ങനെ അടുത്തതും കൂടി അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കലത്തപ്പത്തിൻ്റെ റെസിപ്പി ഇടാം കേട്ടോ. അപ്പം ഇനി ബറാത്തൊക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കലത്തപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ കുക്കറൊന്ന് ചൂടായതിന് ശേഷം ഞാൻ മാവൊന്ന് തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാനൊന്ന് ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടോട് കൂടി വേണം നമ്മളത് ഒഴിച്ച് കൊടുക്കാൻ. അപ്പം ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ ലഹർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിലേക്ക് കയറിയത് കേട്ടോ. ഒരു 1:30 ആയപ്പോഴാണ് കിച്ചണിലേക്ക് വന്നത്. കലത്തപ്പം ഉണ്ടാക്കാനുണ്ട്, പിന്നെ പത്തിരി, ചിക്കൻ കറി, പിന്നെ ജ്യൂസ് കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം ഞാൻ ഇവിടെ നേരത്തെ തന്നെ ബാങ്ക് കൊടുക്കുമല്ലോ, 5:30 ആകുമ്പോഴത്തേന് തന്നെ ബാങ്ക് കൊടുക്കും. അപ്പം നേരത്തെ തന്നെ കിച്ചണിലേക്ക് വന്നതാണ്. എല്ലാതും ചെയ്ത് തീരണ്ടേ. ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് ഒരു 6 മണി 7 മണി 6:30 ഒക്കെ ആയിട്ടാണ്, 7 മണിയല്ലോ സോറി, ഒരു 6:30 6:15 ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ടൈം കിട്ടുമായിരുന്നു നാട്ടിലത്തൊക്കെ പോലെയൊക്കെ ആണെങ്കിൽ. ഇത് 5:30 തന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ ജോലി എല്ലാം തീർന്ന് കിട്ടണ്ടേ. അപ്പോൾ ഇതാ ഞാൻ കലത്തപ്പത്തിനുള്ള മാവ് കൂടി അതിൽ ഇവിടെ തണുപ്പായത് കൊണ്ട് തന്നെ നോമ്പിൻ്റെ ഒരു ക്ഷീണവും ഇല്ലായിരുന്നു കേട്ടോ. ഒരു വെള്ളത്തിന് ദാഹമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നോമ്പ് തുറന്നതിന് ശേഷം വെള്ളം കുടിക്കാനൊന്നും തോന്നുന്നില്ല, തണുപ്പ് കാരണം. അങ്ങനെയൊക്കെ ഒരു ഇതാണ്. പിന്നെ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ നോമ്പിന് ടൈം. പിന്നെ നേരത്തെ തന്നെ ബാങ്കും കൊടുക്കണതിന് പെട്ടെന്ന് ടൈം പോകും ചെയ്യും. പിന്നെ രാവിലെ നമ്മൾക്ക് നോമ്പാകുമ്പോൾ പിന്നെ എല്ലാവർക്കും രാവിലെ ഒരു റെസ്റ്റ് ഉണ്ടാവുമല്ലോ. പെട്ടെന്ന് രാവിലെ എണീറ്റ പാടന്നെ കിച്ചണിലേക്ക് വരണ്ട, ചായ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ടാവില്ല, അതൊന്നും ഉണ്ടാക്കണ്ട അങ്ങനെയൊക്കെ. ഇപ്പോൾ ഞാൻ തേങ്ങ വറുത്തൊക്കെ കഴിഞ്ഞ് അത് ചൂടാറാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പത്തിരിക്കുള്ള പൊടിയൊന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ പൊടി വാട്ടിയത് കുറച്ച് കൂടുതൽ ആയിപ്പോയിന്ന്. പിന്നെ ഞാൻ കുറച്ചെടുത്തിട്ട് ഞാൻ പിന്നെ അങ്ങനെ പത്തിരി പിന്നെ ഉണ്ടാക്കി ചെയ്ത്. അപ്പോഴത്തേന് ഇതാ 2-3 പാത്രങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്ന് വേഗം കഴുകി വെക്കട്ടെ എന്ന് വിചാരിച്ച്. പൊടിൻ്റെ വെള്ളം തിളച്ചിട്ടില്ലേന്ന്, അതൊന്ന് തിളക്കണ വരെ ടൈം ഉണ്ടല്ലോ, വെറുതെ അവിടെ ഇങ്ങനെ നിൽക്കണ്ടല്ലോ. അപ്പോഴത്തേന് പിന്നെ ഇതാ ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം പിന്നെ ചിക്കൻ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും കൂടി ഒന്ന് കഴുകിയെടുത്ത്
ഒന്ന് അവിടെ കഴുകി ഇങ്ങനെ അവിടെ നിന്ന് വെള്ളം വാരാനൊക്കെ അങ്ങനെ വെച്ച്. പിന്നെ ഇനി ചിക്കനും ഞാൻ സവാള എല്ലാതും വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വേഗം കറിയൊക്കെ നമ്മൾക്ക് റെഡിയാക്കാമല്ലോ. സവാള കട്ട് ചെയ്യാനൊക്കെയാണല്ലോ ഭയങ്കര പണി. എനിക്ക് ഭയങ്കര മടിയാണ് അതൊക്കെ കേട്ടോ, ഈ സവാള കട്ട് ചെയ്യലൊക്കെ. പക്ഷേ നല്ല മൂർച്ചുള്ള കത്തിയൊക്കെ തന്നെയാണ്, എന്നാലും ഭയങ്കര ഒരു മടിയാണ് സവാള കട്ട് ചെയ്യൽ അങ്ങനെയൊക്കെ. അപ്പോൾ അത് ഞാൻ നേരത്തെ തന്നെ അങ്ങോട്ട് ചെയ്ത് വെച്ച്. പിന്നെ നമുക്ക് കറി പിന്നെ എളുപ്പമായല്ലോ. പിന്നെ സവാള ചിക്കനൊക്കെ ശേഷം ചിക്കനും വേവിച്ചിട്ട് പിന്നെ തേങ്ങ അരച്ച് നമ്മൾക്ക് അതിൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ പണി കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതാ ഞാൻ ചിക്കനൊക്കെ കഴുകി വന്ന് പാത്രമൊക്കെ കഴുകി വെച്ചപ്പോൾ ഇവിടെ നമ്മളെ വെള്ളം തിളച്ചിട്ടുണ്ട്. പൊടി വാട്ടിയെടുക്കാനുള്ള പത്തിരിക്കുള്ള കേട്ടോ. അപ്പോൾ ഞാനിതാ പൊടിയൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നൈസ് പത്തിരി നല്ല സൂപ്പറാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെ പത്തിരി പ്രസ്സുമ്മൽ ഈ പത്തിരി ഇങ്ങനെ നല്ലപോലെ പരന്നിങ്ങോട്ട് കിട്ടൂല. അപ്പോൾ ഭയങ്കര ഒരു പരക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനൊരു നമ്മളെ ഒരു കവറുണ്ടല്ലോ ഓയിലിൻ്റെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കവർ വെച്ചിട്ടാണ് പരത്തിയെടുക്കുക. അപ്പോൾ നല്ല പോലെ തന്നെ ഇങ്ങനെ പരത്തിയിട്ട് നല്ല വലിയ പത്തിരി തന്നെ ആയി കിട്ടും കേട്ടോ. നല്ല കനം കുറഞ്ഞിട്ടുള്ള നല്ല വട്ടമുള്ള പത്തിരി തന്നെ ആയി കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ കൂടുതലും അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോഴേക്കിതാ ഞാൻ പത്തിരിയൊക്കെ പൊടിയൊക്കെ നല്ല ഇത് കിട്ടി വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണമല്ലോ, അതാണ് ടാസ്ക്. പത്തിരിൻ്റെ ഒഴിവാക്കാൻ പറ്റാത്തൊരിതും അത് തന്നെയാണ്. നമ്മളൊന്ന് ചൂടാറട്ടെ എന്ന് വിചാരിച്ച് നിൽക്കാൻ പറ്റൂല, നമ്മൾ ആ ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണം. അപ്പോഴേ പത്തിരി നല്ല സോഫ്റ്റായിട്ട് നല്ല ഒറ്റ പൊള്ളനായിട്ട് അങ്ങനെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിതാ വേഗം ഒരു വലിയൊരു തട്ടിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ പൊടിയൊക്കെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നേരം ഒരുപാടായിരുന്നു, ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്കിനിപ്പോൾ ഇത് പരത്തലും ചുട്ടെടുക്കലും എല്ലാതും ആകണ്ടേ. അപ്പോൾ ആ ഒരു ടെൻഷനും ഉണ്ട്. പിന്നെ ഞാൻ ഇനിയിപ്പോൾ വീഡിയോ എടുത്തൊക്കെ മതി, ഇനി വീഡിയോ എടുക്കണില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം ഇതൊന്ന് പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഉള്ളത് മാറ്റി വെച്ച് ഫുള്ളും എടുത്തിട്ടില്ലായിരുന്നു. ഞാനങ്ങനെ ചൂടാറിയതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കുകയാണ് ചെയ്തത്. പകുതി എടുത്തിട്ട് നല്ലപോലെ കുഴച്ചങ്ങനെ എടുത്ത് എന്നിട്ട് അതുകൊണ്ട് പത്തിരി ഉണ്ടാക്കി. പിന്നെ ഇതാ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ഇക്കതാ അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിവിടെ കലത്തപ്പൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. 2 കലത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഓരോരുത്തർക്ക് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോ പീസ് അങ്ങനെ ഓരോരുത്തർക്ക് അങ്ങനെ കൊടുത്താക്കിയാണ്. അങ്ങനെ 3-4 ആൾക്കുള്ളത് കവറിലാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് അങ്ങനെ പൊതിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി അവിടെ വെച്ചും ചെയ്ത് ബാക്കി ഒരു ടീമിനോട് അങ്ങനെ വിളിച്ച് പറഞ്ഞ് അവരോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് അങ്ങനെ അവർ വന്നിട്ട് അങ്ങനെ കൊണ്ടുപോയി. അപ്പം ഞാൻ ഇക്കാനോട് പറയുന്നു, ഇക്ക പറഞ്ഞ് നമ്മൾക്ക് പിന്നെ ഒരു ചെറിയ പീസ് കൂടെ വെച്ചാൽ മതി, നമ്മൾക്ക് ഇനിയും ഉണ്ടാക്കാം, ഇപ്പോൾ ഇത് എല്ലാവർക്കും അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അതൊക്കെ അങ്ങനെ കൊണ്ടുപോവുകയാണ്. പിന്നെ അതാ ഞാൻ ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേന്ന്, ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. നോമ്പ് തുറക്കാനുള്ളതൊക്കെ അതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ജ്യൂസാണ്, പിന്നെ ഈത്തപ്പഴം, കുക്കുംബർ, ക്യാരറ്റ്, ഓറഞ്ച്, ആപ്പിള്, പിന്നെ ചായ റെഡിയാക്കിയിട്ടുണ്ട്. ചായ നല്ല തണുപ്പല്ലേ, അപ്പോൾ ചായയും കുറച്ച് ചൂടുള്ളതാക്കി. അപ്പോൾ ഇതാ ഇവിടെ പിന്നെ ഇതാ കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ ബിരിയാണി ബീഫ് ബിരിയാണിയാണ് കേട്ടോ. പിന്നെ പൊറോട്ട ഉണ്ട്, പൂരി ഉണ്ട്, പിന്നെന്താ ഇതും പിന്നെ പൊറോട്ടയും പൂരിയൊക്കെ തന്നെയാണ്. പിന്നെ ഇതാ നമ്മൾ ചിക്കൻ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറി ഉണ്ട്. പിന്നെ കുറച്ച് പത്തിരിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടിയാണ് കേട്ടോ. നോമ്പ് തുറക്കാൻ ഉള്ള ഫുഡൊക്കെ എല്ലാതും റെഡിയായി, ബാങ്ക് കൊടുക്കണ മുന്നേ തന്നെ ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ റിസക്കുട്ടി വന്നിട്ടുണ്ട് ഇവിടെ. ഒന്നുമില്ല, നോമ്പ് തുറക്കുമ്പോഴത്തിന് ഇവിടെ ഇങ്ങോട്ട് ഡോറിൻ്റെ ഉണ്ടോ നോക്കി, അവിടെ ഒരു സർപ്രൈസ്. അപ്പൊ ഞങ്ങള് നോമ്പ് തുറക്കാൻ പോവല്ലേ അല്ലേ? ഓള് വന്ന് എന്നിട്ട് വാപ്പു വിളിക്കാൻ വന്ന് എന്നിട്ട് ഓള് പോയില്ല, വാപ്പു പിന്നെയും പോയി. അങ്ങനെ ഇവിടെ റിസാമറിയം റഫീഖ് കുന്നക്കാട് എത്തിയിട്ടുണ്ട്. റിസമോള് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെ പപ്പൻ്റെ കൂടെ വന്നതാണ്. അപ്പോൾ അവന് പോകുമ്പോൾ അവൾ പോയില്ല, ഞാനില്ല, ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഉബൈദാപ്പാപ്പി അംസാപ്പാപ്പിയും വന്നാൽ സർപ്രൈസാണ് എന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് അങ്ങനെ അവളിവിടെ മാറി നിൽക്കുന്നു ഡോറിൻ്റെ സൈഡിൽ കേട്ടോ.
അപ്പോൾ ഇതാ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ്. ബാങ്ക് കൊടുക്കാറായി. ഞങ്ങളിതാ നോമ്പ് തുറക്കാൻ പോണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.